ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. നമ്മള് ശരിയായ രീതിയിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ, എന്താ പറയാ, കള്ളത്തരങ്ങളൊന്നും ഇല്ലാതെ ശരിയായ രീതിയിൽ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണോ അതോ എളുപ്പമാണോ അങ്ങനെ ജീവിക്കാൻ വേണ്ടിയിട്ട്? പ്രയാസാണ് എളുപ്പം ഗുരുജി. എളുപ്പമാണ്. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നമുക്ക് മറ്റുള്ളവരിൽ മനസ്സിന് നിന്ന്, സമാധാനവും ശാന്തിയും കിട്ടത്തില്ല പക്ഷെ പ്രഭു. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് വിപരീത അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചാൽ അതുകൊണ്ടാണ് മനസ്സിന് അതുകൊണ്ടാണ് ചോദിച്ചത്. നേരായ മാർഗത്തിൽ നമ്മൾ, അല്ലെങ്കിൽ സത്യസന്ധതയോടുകൂടിയും ജീവിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് തന്നെ എല്ലാവരും പറയല്ലേ. ബുദ്ധിമുട്ടാണ് അത്. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് തിക്ത അനുഭവം ഉണ്ടാവും. പക്ഷെ എന്താണ്, അങ്ങനെ ജീവിക്കുന്നതാണ് എന്തുള്ളത്, മൂല്യം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? സത്യസന്ധതയോടുകൂടിയും നേരായ മാർഗത്തിലൂടെയും ജീവിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷെ എന്താണ്, എങ്കിൽ പോലും അതിന് മാത്രമേ എന്തുണ്ടാവൂ, മൂല്യമുണ്ടാവും. അത് മാത്രമേ സ്ഥായിയായിട്ട് നിൽക്കൂ. ചിലപ്പോൾ മറ്റു രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ, എളുപ്പം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് തെറ്റായ മാർഗം സ്വീകരിച്ചു പോയാൽ ചിലപ്പം എളുപ്പത്തിൽ ചിലപ്പോൾ അതിന്റെ ഫലം കിട്ടിയെന്നിരിക്കും, അല്ലേ? എളുപ്പത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെങ്കിലും എന്ത് ചെയ്യും, അതിന് ഒരു സ്ഥിരത ഉണ്ടാവുകയില്ല. പക്ഷെ നമ്മൾ നേരായ മാർഗത്തില് നമ്മുടെ ധർമ്മം അനുസരിച്ച് ജീവിക്കുകയാണ് എങ്കിൽ എന്ത് കിട്ടും? ഭഗവാന്റെ കൃപയുണ്ടാകും, കൃഷ്ണന്റെ കൃപയുണ്ടാകും, കൃഷ്ണന്റെ നോട്ടം എന്തുണ്ടാവും, നമ്മളിലേക്കുണ്ടാകും. മറ്റ് രീതിയിൽ എന്താണ്, അത് താൽക്കാലികം മാത്രമാണ്. നേരായ മാർഗത്തിലൂടെ പോകുന്നതിന് മാത്രമേ എന്തുണ്ടാവൂ, ഭഗവാന്റെ നോട്ടം നമ്മളിലേക്കുണ്ടാകൂ. ഇല്ല എങ്കിൽ നമ്മുടെ ധർമ്മം അനുസരിച്ച് നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ, ശാശ്വതമായിട്ടുള്ള വിജയം, അല്ലെങ്കിൽ ശാശ്വതമായിട്ട് ഉള്ള അതിനൊരു നിലനിൽപ്പുണ്ടാവും, അതിന്റെ ഫലത്തിന് നിലനിൽപ്പുണ്ടാവും. നേരായ മാർഗത്തിലൂടെ പോയെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ ശരിയായ ധർമ്മം പിന്തുടർന്നാൽ മാത്രമേ എന്തുണ്ടാവൂ, നമ്മുടെ ജീവിത ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പറ്റൂ. ഈ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉള്ള ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ അതിനൊരു ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ധർമ്മം പിന്തുടരണം, പിന്തുടർന്നേ പറ്റൂ. അപ്പം എന്താണ് നമ്മുടെ ധർമ്മം? സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹൈത്തുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഇപ്പം നൈമിഷാരണ്യ വനത്തില് എന്താണ്, ഋഷിമാരുടെ ചോദ്യങ്ങൾ ഒരുപാട് സൂതഗോസ്വാമി വേദങ്ങൾ പറഞ്ഞു, എല്ലാ പുരാണങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. അവസാനമാണ് ഭാഗവതം പറയുന്നത്. ആ സമയത്ത് ശൗനകാദികള്, അല്ലെങ്കിൽ അവിടെ കൂടിയിരുന്ന മറ്റു ഋഷിമാരും എല്ലാവരും കൂടെ എന്ത് ചോദിക്കുന്നേ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചിലപ്പം ഗ്രഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ആ പതിതരായിട്ടുള്ള ആത്മാക്കളെ ഉയർത്താൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള ഒരു മാർഗം എന്താണ് എന്ന് ചോദിക്കും. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചിട്ട് ഈ വേദങ്ങളും പുരാണങ്ങളും എല്ലാം കൂടെ ഒന്നാക്കിയിട്ട്, അല്ലെങ്കിൽ അതിന് എളുപ്പത്തിലുള്ള മാർഗം എന്താണെന്ന് ചോദിക്കുന്ന സമയത്താണ് സൂതഗോസ്വാമി മറുപടി പറയുന്നത്, സവൈ പുംസാം പരോധർമ്മോ യഥോർഭക്തി തഥോക്ഷജേ അഹേതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. എന്താണ്, എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ടുള്ള പരമോന്നതമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? അധോക്ഷജനായിട്ടുള്ള, അതായത് അതീന്ദ്രിയനായിട്ടുള്ള, ഇന്ദ്രിയങ്ങളെ കൊണ്ട്
ഭൗതിക ഇന്ദ്രിയങ്ങളിലും മുകളിൽ നിൽക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളില്ല എന്നല്ല. അപ്പം നമ്മുടെ പോലുള്ള ഇന്ദ്രിയങ്ങളല്ല, അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള ഗുണങ്ങളുള്ള ആളല്ല ഭഗവാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയിട്ടുള്ള പരമോന്നതമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനെ സ്നേഹപൂർവം ഭക്തിപൂർവം സേവിക്കുക എന്നുള്ളതാണ്. അപ്പം ആത്മസംതൃപ്തി പൂർണ്ണമായും ലഭിക്കുന്നതിന് എന്ത് വേണം? അല്ലെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആ ഒരു ആത്മസംതൃപ്തി ലഭിക്കണമെങ്കിൽ ആ എങ്ങനെയുള്ള സേവനമായിരിക്കണം? ആ ഒരു ഭക്തി സേവനം ഒരു ഡിമാൻഡും ഒരു തടസ്സവും ഇല്ലാത്തതായിരിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആവരുത്. കാരണം എന്താ? ഇത്രയും വേദങ്ങളും ഒന്നും പഠിക്കാതെ തന്നെ നമുക്കൊരൊറ്റ ശ്ലോകത്തിൽ നിന്ന് തന്നെ അത് കിട്ടുന്നത് കൃഷ്ണനെ നമ്മൾ എങ്ങനെ സ്നേഹപൂർവം ഭക്തിപൂർവം സേവിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു മനുഷ്യജന്മത്തില് അല്ലെങ്കിൽ നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ധർമ്മം പാലിച്ചെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? ശാശ്വതമായിട്ടുള്ള വിജയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ. ഇല്ല എങ്കിൽ വേറെ എന്ത് ധർമ്മം പിന്തുടർന്നാലും അതെല്ലാം താൽക്കാലികമാണ് എന്നാണ് സൂത ഗോസ്വാമി അല്ലെങ്കിൽ അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പം പതിതരായിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് എളുപ്പത്തില് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം വൈദികശാസ്ത്രങ്ങള് രണ്ട് രീതിയിലാണ് പ്രവൃത്തികളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നെന്താണ്? ഒന്ന് പ്രവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ദ്രിയാനുഭൂതിയുടെ പാത, ഇന്ദ്രിയാനുഭൂതിയിലൂടെ മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ എന്താണ്? രണ്ട്, നിവൃത്തി മാർഗം. അതായത് അതിനെ ത്യാഗത്തിന്റെ പാത എന്ന് വേണമെങ്കിൽ പറയാം. നിവൃത്തി മാർഗം വേറെ ഒരു ഇതുമില്ലാതെ ഭഗവാനില് ഭക്തിപൂർവം ഭഗവാനെ സേവിക്കുന്നത്. ഇപ്പം പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് എന്താണ്? അതൊരു താഴ്ന്ന തരം പ്രവൃത്തിയാണ്. കാരണം അതൊരു ആസ്വാദനമാണ്, ഭൗതിക ഇന്ദ്രിയങ്ങളുടെ ആസ്വാദനം. പക്ഷേ എങ്കില് പരമമായ ലക്ഷ്യത്തിലേക്കുള്ള പാത അതെന്താണ്? ഏറ്റവും ഉയർന്നതാണ്. അത് ത്യാഗമാണ്. അത് നമ്മൾ പല ത്യാഗങ്ങളും സഹിച്ചതിന് ശേഷം മാത്രമേ ആ ഒരു മാർഗം അല്ലെങ്കിൽ അതൊരു അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് തുടക്കത്തിലെ അങ്ങനെ ചോദിച്ചത്. പരമമായ ലക്ഷ്യം നേടണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ പല ബുദ്ധിമുട്ടുകളും നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും. ഈ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, ഈ ഭൗതിക ശരീരത്തിലിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നതാണ് ഒരു രോഗാവസ്ഥയാണ്, അല്ലേ? യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ആത്മീയതയാണ്. നമ്മുടെ അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? ആത്മീയമാണ്. ഒരിക്കലും നമ്മൾ ഭൗതികമായിട്ടുള്ള ആളുകളല്ല. അപ്പൊ എപ്പോഴും എന്താണ് വേണ്ടത്? ആത്മീയ പാത വേണം നമ്മൾ എല്ലാ മനുഷ്യരും പിന്തുടരാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെ എന്ന് പറയുന്നത് ആത്മീയ ലോകത്തിൽ അല്ലെ ആത്മീയമായിട്ടുള്ള പാത എന്ന് പറയുന്നത് അത് എപ്പോഴും ശാശ്വതമായിരിക്കും. അതൊരിക്കലും നശിക്കില്ല. നമ്മുടെ ശരീരം ഉപേക്ഷിച്ചാലും നമ്മുടെ ആത്മാവിനോടൊപ്പം നമ്മൾ അത്രയും നാൾ ചെയ്തിരുന്ന കാര്യങ്ങള് ഉണ്ടാവും. അപ്പം അത് ആനന്ദകരവും അറിവ് നിറഞ്ഞതുമാണ് ഈ ആത്മീയ പാത എന്ന് പറയുന്നത്. ഭൗതിക അസ്തിത്വം എന്ന് പറയുന്നത് അത് താൽക്കാലികവും പിന്നെയോ മിഥ്യയുമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. പക്ഷേ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കാരണം നമ്മള് അത് അങ്ങനെ വിശ്വസിച്ച് ആ ആസ്വാദനത്തിന് മുഴുകി നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പം അവിടെ സന്തോഷമില്ല. പിന്നെയോ ദുഃഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഓരോ ശ്രമങ്ങള്, അല്ലെ, വ്യർത്ഥമായ ഓരോ ശ്രമങ്ങള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ്? എങ്ങനെയെങ്കിലും നമ്മുടെ ദുഃഖം മാറണം. അതിനു വേണ്ടിയിട്ട് ശാശ്വതമായിട്ടല്ലാത്ത മാർഗങ്ങള് നമ്മൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ അതൊരു താൽക്കാലികമായിട്ടൊരു ശമനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും സന്തോഷമായി എന്ന് പറയും. പക്ഷേ അതെന്താണ്? അത് ദുഃഖത്തിന്റെ ഒരു താൽക്കാലികമായിട്ടുള്ള വിരാമം മാത്രമാണ്. ഒരിക്കലും അത് ശാശ്വതമല്ല. താൽക്കാലികമായിട്ടുള്ള ഒരു വിരാമം മാത്രമാണ് ദുഃഖത്തിന്റെ നമ്മൾ ഈ സന്തോഷം എന്ന് പറയുന്നത്. ഏത് രീതിയിൽ? ഭഗവാനിലേക്ക് അല്ലാതെ
അതിന് ഓപ്പോസിറ്റ് രീതിയിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം. ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താലും എന്താണ് അത് താൽക്കാലികമാണ്. പിന്നെയോ അത് നമുക്ക് പിന്നീട് അത് ദുഃഖത്തിലേക്ക് കലാശിക്കൂ. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഏത് തെറ്റായിട്ടുള്ള മാർഗത്തിന് സ്വീകരിച്ചാലും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോയാലും അതെന്താണ്, അത് ഒരിക്കല് അത് ദുഃഖത്തിൽ മാത്രമേ കലാശിക്കുകയുള്ളൂ. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാനോടുള്ള ഭക്തി സേവനം എങ്ങനെയായിരിക്കണം? ശുദ്ധമായിട്ടുള്ള രീതിയിലുള്ള ഭക്തി സേവനമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ധർമ്മം. ഒരിക്കലും യാതൊരുവിധ ഡിമാൻഡോ ഒരു കാര്യങ്ങളോ വെക്കാതെ വേണം എന്ത്, ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ട്. അതിനാണത് പറയുന്നത്, ഗുണനിലവാരത്തിൽ എന്താവണം, അത് ശുദ്ധമായിരിക്കണം. അതിനകത്ത് അശുദ്ധി പാടില്ല. ഭൗതിക സുഖത്തിനോ അല്ലെങ്കിൽ ചെറിയ ആഗ്രഹങ്ങൾക്കോ വേണ്ടിയിട്ട് എന്ത്, ഭഗവാനെ നമ്മൾ യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം ഭഗവാൻ നമുക്ക് എന്താണോ വേണ്ടത് അത് അറിഞ്ഞു തരും. ധർമ്മം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഒരു ജീവാത്മാവിനെ ശാശ്വതമായിട്ടുള്ള നിലയില് അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ധർമ്മം എന്ന് പറയുന്നത്. അപ്പം ഒരു ജീവിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അസ്തിത്വം അവനെ ശരിയായ രീതിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത്, ധർമ്മം. ആ ധർമ്മം എന്ത് വേണം, നമ്മള് അത് ശരിയായ രീതിയിൽ പാലിച്ചിരിക്കണം. ഒരു ജീവിയുടെ നിലനിൽപ്പ് എന്നത് തന്റെ എന്താണ്, ആ പ്രവർത്തനങ്ങളെ എന്ത് വേണം, ഭഗവാൻ കൃഷ്ണനുമായിട്ടുള്ള തന്റെ ശാശ്വത ബന്ധവുമായിട്ട് എന്ത് വേണം, ഏകോപിപ്പിക്കണം. ആ ബന്ധം നമ്മൾ ദൃഢമായിട്ടും സത്യസന്ധതയോടും കൂടിയിട്ട് നിലനിർത്തി പോണം. കൃഷ്ണനുമായിട്ടുള്ള ബന്ധം, അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഈ ഒരു മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, അതാണ്. അല്ലാതെ വേറെ ഒന്നും തന്നെയല്ല. നമുക്കറിയാം, ഒരുപാട് പുരാണങ്ങളുണ്ട്, ഉപപുരാണങ്ങളുണ്ട്, വേദമുണ്ട്, അങ്ങനെ പല സംഗതികളുമുണ്ട്. നമ്മൾ പലതരം ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്, പല കഥകൾ കേൾക്കാറുണ്ട്. പക്ഷേ അവിടെ ഒന്നും എന്ത്, ഇങ്ങനെയുള്ള സംഗതികള് നമുക്ക് കിട്ടൂല. എന്തുകൊണ്ടാണത്? നമുക്ക് വേണ്ടുന്നത് എന്താണ്, നമുക്ക് ശാശ്വതമായിരിക്കണം, അല്ലേ? കാരണം എന്താ, നമ്മുടെ ആത്മാവ് എന്നും നിലനിൽക്കുന്നതാണ്. ഈ ശരീരം പോയാലും ആത്മാവ് നിലനിൽക്കും. അപ്പം ആത്മാവ് നിലനിൽക്കുന്നതാണ് എങ്കിൽ നമ്മുടെ പ്രവൃത്തികളും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം, ശാശ്വതമായിട്ടുള്ളതായിരിക്കണം നമ്മുടെ പ്രവൃത്തികൾ. അപ്പം ആ ശാശ്വതമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്, അത് ആ ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവനമായിരിക്കണം. അല്ലെങ്കിൽ ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം, അല്ലെ? ഒരു ദാസനെ പോലെ നമ്മൾ ഭഗവാനെ സേവിക്കുക. ഭഗവാന്റെ ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ നമ്മൾ ഭഗവാനെ സേവിക്കുക. ഇപ്പൊ അങ്ങനെയാണ് ഭഗവാനുമായിട്ടുള്ള എന്ത്, നമ്മുടെ അടുപ്പം കൂട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ മറ്റുള്ള ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഭഗവാൻ കൃഷ്ണനെ സേവിക്കുന്നത് എന്താണ്, ഒരു ഭൗതികമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കൃഷ്ണനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്താണ്, ബാല്യകാല ലീലകള്, അല്ലെ? ബാല്യകാല ലീലകള്, അല്ലെങ്കിൽ ഭഗവാനും രാധാറാണിയുമായിട്ടുള്ള ലീലകള്, ഇതൊക്കെയാണ് നമ്മൾ ഓർത്തിട്ട് എന്ത് ചെയ്യുന്നത്, അതിനോട്ട് ആകർഷിക്കുന്നതെന്നാണ് എന്ത്, പലരും പറയുന്നത്, അല്ലെങ്കിൽ പലരും കരുതുന്നത്. അവരെന്താണ് പറയുന്നത്, ഒന്നെങ്കിൽ വേദം, അല്ലെ, അല്ലെങ്കിൽ ദാനം ചെയ്യുക, അല്ലെങ്കിൽ തപസ് ചെയ്യുക, അല്ലെങ്കിൽ ജ്ഞാനം,
പിന്നെന്താണ്, വേറെ കുറെ ശക്തികൾ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് എന്ത് ആത്മീയ സാക്ഷാത്കാരം പ്രക്രിയ എന്നാണ് അവരെല്ലാം പറയുന്നത്. അപ്പം ഈ ഒരു ഭക്തി അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് എന്താണ്, വെറും ഒരു വൈകാരികം മാത്രമാണ്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള പ്രക്രിയ എന്താണ്, യോഗയും അല്ലെങ്കിൽ ജ്ഞാനവും ധ്യാനവും തപസ്സും ഒക്കെയാണെന്ന് അവര് പറഞ്ഞു വെക്കാറുണ്ട്. പക്ഷെ എന്താണ് അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താണ് അവര് പറയുന്നത്? അവരുടെ അഭിപ്രായത്തിൽ എന്താണ് ഭക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനം എന്ത്, ഉയർന്ന നിലവാരത്തില് അല്ലെങ്കിൽ ഈ യോഗയോ ജ്ഞാനമോ ധ്യാനമോ തപസ്സോ ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ത്, ഈ ഭഗവാന്റെ ഭക്തിയുത സേവനം എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ആ ഉയർന്ന തരത്തില് ചെയ്യാൻ പറ്റാത്തവർക്കോ, അല്ലെങ്കിൽ ശൂദ്രര്, വൈശ്യര്, പിന്നെ ബുദ്ധി കുറഞ്ഞവര്, സ്ത്രീകള്, അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആരാധന എന്നാണ് പൊതുവെ മറ്റുള്ളവരിത് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ്? യഥാർത്ഥ വസ്തുത അതല്ല. എല്ലാ എല്ലാ അതീന്ദ്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയും, അല്ലെ, ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നതാണ് എന്ത്, ഭക്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൃഷ്ണനോടുള്ള ഭക്തി. അതിന് മാത്രമേ നമ്മളെ എന്താണ്, നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പരമാത്മാവുമായിട്ട് നമുക്ക് ബന്ധിപ്പിക്കാനായിട്ട് എന്തേ സാധിക്കൂ, നമ്മുടെ ഈ ഭക്തിയോഗം അല്ലെങ്കിൽ അധോക്ഷജനായിട്ടുള്ള ഭഗവാനെ പ്രേമപൂർവം ഭക്തിപൂർവം സേവിക്കുക എന്നുള്ള ഒരൊറ്റ മാർഗം മാത്രമേ ഇതിനുള്ളൂ. ഭഗവാനുമായിട്ടുള്ളൊരു സമ്പർക്കം നേടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് നമ്മളൊരു കണക്ഷൻ കിട്ടുക, അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് എന്താണ്, അതാണ് ഏറ്റവും മഹത്തായിട്ടുള്ള ശാസ്ത്രം, എല്ലാ ശാസ്ത്രങ്ങളിലും വെച്ചിട്ടുള്ളത്. അത് ശൂദ്രർക്കാകട്ടെ, വൈശ്യർക്കാകട്ടെ, സ്ത്രീകൾക്കാകട്ടെ, പിന്നെയോ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള, പിന്നെ ശൂദ്രരേക്കാളില് അതിനും താഴ്ന്നവരാകട്ടെ, എല്ലാവർക്കും എന്ത്, ഇത് പരിശീലിക്കാവുന്നതാണ്. ഇവർക്കെല്ലാം ഇത് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അല്ലാതെ മറ്റുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും എന്ത്, ഈ കലിയുഗത്തില് ഈ ഒരു പ്രക്രിയ ചെയ്യാവുന്നതാണ്. ഈ സംഗതികൾ, ത്യാഗം അല്ലെങ്കിൽ വിരക്തി, പിന്നെ ദാനം, തപസ് തുടങ്ങിയവയൊക്കെ എന്താണ്, ഇതെല്ലാം ഈ ഒരു ഭക്തിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ഭക്തി മുന്നേയും ഇതെല്ലാം ഇതിന്റെ ഒരു സൈഡിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാര്യം, സംഗതി എന്ന് പറയുന്നത് ഭക്തിയാണ്. ഈ ഒരു ശ്ലോകത്തിലൂടെ സുധഗോസ്വാമി പറഞ്ഞു തരുന്നത്, എല്ലാ വേദങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും, വേദങ്ങളുടെയും, പുരാണങ്ങളുടെ, ഇതിഹാസങ്ങളുടെയും എല്ലാം ആകത്തുക എന്ന് പറയുന്നത് എന്താണ്, സിമ്പിളായിട്ട് എന്ത് വേണം, ഇത്രയൊന്നും പഠിച്ച് മനസ്സിലാക്കിയില്ല എങ്കിലും ഇതെല്ലാം ചെന്ന് ചേരുന്ന എവിടോട്ടാണ്, ശ്രീകൃഷ്ണനിലേക്കാണ് ചെന്ന് ചേരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം, അതിനൊന്നും സമയമില്ലാത്തവരും, അല്ലെങ്കിൽ അതിനൊന്നും മെനക്കെടാതെ നമ്മളെല്ലാം നേരിട്ട് ഭഗവാന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നതാണ്, അല്ലെങ്കിൽ ആ വേദത്തിന്റെ സാരം മനസ്സിലാക്കി വന്നവരാണ്, അല്ലെ? സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരധോക്ഷജേ അഹേതുക്കി അപ്രതിഹത ഏ ആത്മാ സുപ്രസീദതി.
ഭഗവാനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഈ കലിയുഗത്തിൽ തൃപ്തിപ്പെടുത്താം, ഏതെല്ലാം രീതിയിൽ ആരാധിക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? നാമജപം, ഹരിനാമജപം എന്ന് പറയുന്നത്. കാരണം കലിയുഗത്തിലെ മനുഷ്യരെല്ലാം എന്താണ്? അല്പായുസുകളാണ് ഒന്ന്, പിന്നെയോ മന്ദബുദ്ധികളാണ്. അവർക്ക് ആർക്കും സത്യയുഗത്തിലോ ത്രേതായുഗത്തിലോ ദ്വാപര യുഗത്തിലോ ചെയ്തിരുന്ന കാര്യങ്ങള് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അത്രയും ആയുസ്സും ഇവർക്ക് ആർക്കും ഇല്ല. നമ്മളെ പോലുള്ള ആൾക്കാർക്ക് എന്താണ്? കലിയുഗത്തിലെ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 100 വർഷം. പക്ഷെ ഒരാള് പോലും എന്ത് ഈ ഒരു സാഹചര്യത്തില് 50 കടന്നു കിട്ടിയാൽ തന്നെ മഹാഭാഗ്യം. ഇതിൽ പലരും 50ഉം 60ഉം പിന്നിട്ടവരാണ്. അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല, ഇല്ലേ? അപ്പം അതുകൊണ്ട് ഭഗവാൻ എന്താണ് പറഞ്ഞിരുന്നത്? കലിയുഗത്തില് നിങ്ങൾ വിഗ്രഹാരാധനയോ അല്ലേ തപസ്സോ യജ്ഞങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ത്? നിങ്ങൾക്ക് സമയം കുറവാണ്, ആയുസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഹരിനാമം ജപിച്ചാൽ മതി. അതാണ് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനുള്ള എളുപ്പമാർഗം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വിധീഷോടശകം നാംനാം കലി കൽമശനാശനം നാഥപരതലോപായ സർവവേദേഷു ദൃശ്യതേ. അതായത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. 16 നാമങ്ങളടങ്ങിയ മന്ത്രം. അതാണെന്ത്? ധർമ്മം എന്ന് പറയുന്നത്. കലി കൽമശനാശനം. കലിയുഗത്തിലെ കൽമശങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്, ദുരിതങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഈ മന്ത്രമാണ് ജപിക്കേണ്ടത്. സർവവേദേഷു ദൃശ്യ, എല്ലാ വേദങ്ങളിലും എന്താണ്? ഇത് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൽമഷം എന്ന് പറയുന്നത്? കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. ഇതെല്ലാം എന്ത്? കലിയുഗത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മനുഷ്യരുടെ. അപ്പൊ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തിനെ സാധിക്കൂ എന്നാണ് പറയുന്നത്? വേദം പറയുന്നത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിന് മാത്രമേ സാധിക്കൂ. കലികാലേ നാമരൂപേ കൃഷ്ണ അവതാർ. കലിയുഗത്തിലെ ഭഗവാന്റെ അവതാരം എന്താണ്? നാമരൂപത്തിലാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കലിയുഗത്തില് വേറെ ഒരു സർക്കസിനും നടക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയുമല്ല, പിന്നെയോ നമ്മുടെ ഈ മനുഷ്യനായിട്ട് ജനിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. എവിടെ? നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. വെറുതെ നമ്മൾ കുറെ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് എന്താവാൻ ഒരു പ്രയോജനവുമില്ല, അല്ലേ? യൂട്യൂബിലും അവിടെയും ഇവിടെയും ഒക്കെ നടന്നിട്ട് ഒരുപാട് പേര് യൂട്യൂബിലുള്ള കഥകൾ പറയുന്നുണ്ട്, ഒരുപാട് പേര് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ നമ്മൾ കേൾക്കണം. നമുക്കല്ലെങ്കിൽ എന്താണ് ആ പറയുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അതൊരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലേ? നമുക്കൊരു പ്രയോജനം വേണം, കേൾക്കുന്നവർക്കും പറയുന്നവർക്കും. ഈ വേദങ്ങളും പുരാണങ്ങളും ശാസ്ത്രങ്ങളും എന്തിനാണ് എന്നറിയാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതാദ്യം പറയുന്നവരറിയണം, എന്നിട്ട് ആ കേൾക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കണം എന്തിനു വേണ്ടിയിട്ടാണ്. കഥകൾ കേൾക്കാനും കഥകൾ കാണാനുമാണ് എങ്കിൽ TV ഉണ്ട്, മറ്റെല്ലാ മാർഗങ്ങളും ഉണ്ട്. പക്ഷെ അതിലൂടെ ഓരോ തത്വങ്ങളാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കി തരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, മനുഷ്യരെ ഉയർത്താൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശരീരം? എന്തിനു വേണ്ടിയിട്ടാണ് കാലും കൈയും മുഖവും ഒക്കെ തന്നിരിക്കുന്നത്? അടുത്ത ജന്മം എന്താവണം? അല്ലെങ്കിൽ ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ആത്മാവ് എവിടെ പോകും, എവിടെ പോകണം? അല്ലെങ്കിൽ നമ്മൾ ആരാണ്? ഈശ്വരൻ ആരാണ്? നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓരോ മനുഷ്യനും, ഇല്ല എങ്കിൽ റോഡിൽ കൂടെ പോകുന്ന മൃഗത്തിനും, അല്ലെങ്കിൽ എന്തേ
മൃഗത്തിന് തുല്യമാണ് ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, എന്ത്, ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സേവകരായിരുന്നു നമ്മള്. ആ ഭഗവാനോട് അസൂയ തോന്നിയിട്ട് ഭഗവാനോട് വഴക്കിട്ടിട്ട് ഈ ഭൂമിയിൽ വരേണ്ടി വന്നവരാണ്. അതുകൊണ്ടാണ് കഷ്ടതകൾ അനുഭവിക്കുന്നത്. നമ്മള് നമുക്ക് അവിടെ തന്നെ തിരിച്ചു പോകണം. നമ്മുടെ ശരീരം, യഥാർത്ഥ ശരീരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഓരോ യുഗത്തിലും ഓരോ ധർമ്മങ്ങള് നമുക്ക് തരുന്നത്. കലിയുഗത്തിലെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നാമജപം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ് എന്ത്, കലിയുഗത്തിലെ ധർമ്മം. അത് കുറെ നാൾ ജപിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സകല ബുദ്ധിമുട്ടുകളും മാറും, സകല പ്രശ്നങ്ങളും മാറും. ഭഗവാനോട് ഇഷ്ടമില്ല എങ്കിൽ പോലും എന്ത് വേണം? നാമം ജപിക്കണം സ്ഥിരമായിട്ട്. എത്ര ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ജപമാലയിൽ ജപിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും എന്ത്, മനസ്സുകൊണ്ടോ എങ്കിലും നമ്മൾ എന്ത് വേണം? ധർമ്മം നമ്മൾ പിന്തുടരണം. ഓരോ ധർമ്മങ്ങളുണ്ട്. അച്ഛന് മക്കളോട് ധർമ്മമുണ്ട്, ഭാര്യയ്ക്ക് ഭർത്താവിനോട്, അല്ലേ? മക്കൾക്ക് അച്ഛനോടും അമ്മയോടും, അങ്ങനെ കുറെ ധർമ്മങ്ങൾ നമുക്കറിയാം. പക്ഷെ അതെല്ലാം എന്താണ്? നമ്മുടെ അപരധർമ്മമാണ്. ഈ ശരിക്കുമുള്ള ധർമ്മത്തിന്റെ ബ്രാഞ്ചാണത്. ശരിക്കുമുള്ള ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പരധർമ്മമാണ് പിന്തുടരേണ്ടത്. എപ്പോഴും മുകളില് പരധർമ്മം വെച്ചിരിക്കണം. അതിന് താഴെ മാത്രമേ എന്ത്, പരധർമ്മം വെക്കാവൂ. പരധർമ്മം സവേ പുംസാം പരോധർമ്മോ യഥോർഭക്തിരഥോക്ഷജേ. അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനില് പ്രേമപൂർവം ഭക്തി സേവനം ചെയ്യുക, ഭക്തിയുത സേവനം ചെയ്ത് ഭക്തി ഉണ്ടാക്കുക. അതാണ് പരധർമ്മം. ബാക്കി എല്ലാ ധർമ്മം എന്താണ്? നമ്മുടെ സെൻസിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ധർമ്മം മാത്രമേ ആവുന്നുള്ളൂ. എല്ലാ പ്രവർത്തനങ്ങളും ചെന്ന് ചേരുന്ന എവിടെയാണ്? ഭഗവാനിലാണ്. എല്ലാം എന്തു തന്നെ ആയിക്കോട്ടെ, ചെന്ന് ചേരുന്ന എവിടെയാണ്? ഭഗവാനിലാണ്. ഈവൻ ഭഗവാന്റെ ഭക്തരല്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റ് രീതിയിൽ ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവരായാൽ പോലും മരിച്ചതിന് ശേഷം എന്താണ്? ഭഗവാൻ വിഷ്ണുവിനെയാണ് ശരണം പ്രാപിക്കുന്നത്. മരിച്ചതിന് ശേഷം. പക്ഷെ ജീവിച്ചിരിക്കുമ്പോഴേ നമ്മളിത് അറിഞ്ഞ് നമ്മൾ ആ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എന്താവും? നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടാവും ഭഗവാനുമായിട്ട്. ആ ഭഗവാൻ നമ്മൾ ഈ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഭഗവാൻ വന്ന് രണ്ട് കൈയും കൊണ്ട് നമ്മളെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റു പലരും അവർക്ക് വേണ്ടി പലരും ചെയ്തുകൊണ്ടേയിരിക്കണം. അവരെവിടെ പോയി എന്നറിയില്ല, അടുത്ത ജന്മം എവിടെ ആവും എന്നറിയൂല, അല്ലെങ്കിൽ അടുത്ത ജന്മം ഉണ്ടെങ്കിൽ എന്താ പറയാ, ആരായിട്ടാണ് ജനിക്കുക എന്നറിയില്ല. മൃഗമായിട്ടാണോ മരമായിട്ടാണോ ഒന്നും അറിയൂല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാമം ജപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഡിമാൻഡും ഇല്ലാതെ ഭഗവാനില് ഭക്തിയുത സേവനം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുറപ്പിക്കാം. എന്ത്? ഇപ്പോൾ തന്നെ ഉറപ്പിക്കാം, ഒരിക്കലും എന്ത്, താഴേക്ക് പോകില്ല. ഉപരിലോകങ്ങളിലേക്ക് എവിടെയെങ്കിലും നമ്മൾ ഒരു മനുഷ്യരായിട്ട് മാത്രമേ നമ്മൾ ജനിക്കൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ല എങ്കിൽ ഈ ഭൂമിയിൽ ജന്മം കിട്ടിയാലും അത് മനുഷ്യനായിരിക്കുമെന്ന് ഉറപ്പിക്കാം. പക്ഷെ ഇല്ലാത്ത വ്യക്തികൾക്കോ ഇതൊന്നും അറിയാനും പറ്റൂല. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് അവരെത്തുകയുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കഥകൾ കേൾക്കുന്ന സമയത്തായാലും പോലും എന്ത് വേണം? ഈ തത്വങ്ങളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം.
വെറുതെ നമ്മൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒരിടത്ത് ക്ലാസ് കേട്ടിട്ട് ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ? വെറുതെ നമ്മുടെ സമയം വേസ്റ്റ് ആവുന്നു. ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ ഗ്രഹിക്കണം. എന്തിനു വേണ്ടിയിട്ട് ഈ ശരീരം? ആരെ തൃപ്തിപ്പെടുത്താനാണ് ഞാൻ ജീവിക്കുന്നത്? എനിക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷം എവിടെ കിട്ടും? എന്ന് കിട്ടും? എപ്പോൾ കിട്ടും? എന്റെ പ്രശ്നങ്ങൾ എന്ന് മാറും? പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത ഒരു സമയം എനിക്കുണ്ടാകുമോ? അതെന്നുണ്ടാകും? എവിടെ ഉണ്ടാകും? എവിടെ ഉണ്ടാകും? ഭഗവാന്റെ അടുക്കൽ മാത്രമേ ഉണ്ടാവൂ. അവിടെ ചെന്നാൽ മാത്രമേ എല്ലാ കഷ്ടതകളും തീരും. കാരണം ഇതും ഒരു ജയിലാണ്. നമ്മൾ സ്വതന്ത്രരായിട്ട് നടക്കുന്നതെങ്കിൽ പോലും എന്താണ്? ഇതും ഒരു ജയിലാണ്. അപ്പൊ ഈ ജയിലിൽ നിന്ന് എന്ത് വേണം? പുറത്തു കിടക്കണം. അതിനുള്ള താക്കോലാണ് എന്ത്? നാമജപവും ശ്രവണവും കീർത്തനവും, ക്ലാസ്സുകൾ കേൾക്കുന്നതും നാമം ജപിക്കുന്നതും. ഈ രീതിയിലൂടെ എന്ത് പറ്റൂ? ഈ ജയിലിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ എന്താണ്? ശങ്കരാചാര്യർ പറഞ്ഞതുപോലെ പുനരഭിജനനം പുനരഭിമരണം. അല്ലേ? ജനിച്ചാൽ മരിക്കണം, മരിച്ചാൽ ജനിക്കണം. ഇങ്ങനെ ഈ സൈക്കിള് തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പട്ടിയാവാം, പിന്നെ പൂച്ചയാവാം, പിന്നെ പാറ്റയാവാം. ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇത് മനസ്സിലാക്കി ഇല്ല എങ്കിൽ, ധർമ്മം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എന്ത് പറ്റും? ഈ പുനരഭിജനനം പുനരഭിമരണം ഇതിന്റെ ആവശ്യമില്ല. ഡയറക്റ്റ് എവിടെ പോവും? ഇനി ഒരിക്കലും ജനിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ മരിക്കേണ്ടതല്ലാത്ത ഒരു സ്ഥലത്ത് പോകും. എവിടെയാണത്? ഭഗവാന്റെ അടുത്ത്. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്, എന്ത് പറയുന്നത്? പിതൃപൂജ ചെയ്യുന്നവര് പിതൃക്കളോടൊപ്പം ജനിക്കും. അല്ലേ? ദേവന്മാരെ ആരാധിക്കുന്നവര് ദേവന്മാരോടൊപ്പം ജനിക്കും. പക്ഷെ എന്നെ ആരാധിക്കുന്ന എന്റെ ഭക്തര് എന്താണ്? എന്നോടൊപ്പം ജീവിക്കുമെന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താണ്? അവിടെ ജനനവുമില്ല, മരണവുമില്ല. അതാണ് ഭഗവാനും ഭഗവാന്റെ ഭക്തരും. അപ്പൊ അതിനെന്താണ്? അതിന് ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഭക്തിയോഗം, ഭക്തി മാത്രം. വേറെ ഒരു കാര്യവുമില്ല. അത് മാത്രമേ എന്താവൂ? ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ആ ഒരു രീതിയിൽ ഭഗവാനോടൊപ്പം നമുക്ക്, അല്ലെങ്കിൽ ഭഗവാനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടും സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണത്. അതിന് വേണ്ടുന്നത് ഭഗവത്ഗീത അനുസരിച്ച് നമ്മൾ ജീവിക്കണം. അല്ലേ? ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? ഭഗവത്ഗീത എന്തിനു വേണ്ടിയിട്ടാണ് അർജുനന് ഉപദേശിച്ചു കൊടുത്തത്? കേൾക്കുന്നവര് എന്ത്? ഭഗവാന്റെ ശുദ്ധ ഭക്തരാകാനും, പിന്നെയോ അശുദ്ധ ഭക്തരാവാൻ കഴിയുന്ന ഒരു ജീവിത ശൈലി, അല്ലെ, എങ്ങനെ കർക്കശമായിട്ട് പിന്തുടരാം, എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം, അതിനു വേണ്ടിയിട്ടാണ് എന്ത്? ആ ഗീത നമുക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അടിച്ചാ പൊട്ടാത്ത ശ്ലോകങ്ങൾ, അല്ലെ, പറഞ്ഞും അല്ലെങ്കിൽ എനിക്കൊരു പാണ്ഡിത്യമുണ്ട് എന്നും കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവത്ഗീത. അല്ലെങ്കിൽ സംസ്കൃത ശ്ലോകങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അത് മനഃപ്പാടമാക്കി എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ല. പിന്നെയോ, എപ്പോഴാണോ നമ്മുടെ ജീവിതത്തില്, ഏതു സമയത്തും നമ്മുടെ ജീവിതത്തില് എല്ലാ ഘട്ടങ്ങളിലും സുഖവും ദുഃഖവും ഒക്കെ വരുന്ന ഏത് ഘട്ടങ്ങളിലായാലും അത് പ്രാവർത്തികമാക്കാനും ജീവിതത്തിൽ പ്രയോഗിക്കാനും വേണ്ടിയിട്ടാണ് എന്ത്? ഭഗവത്ഗീത ഉപദേശിച്ചിട്ടുള്ളത്. മനസ്സിലാക്കുക. അർജുനൻ ഒരു ബ്രാഹ്മണനായിരുന്നില്ല, അല്ലെ? അദ്ദേഹം ഒരു ക്ഷത്രിയനായിരുന്നു, ഒരു ബ്രഹ്മചാരി ആയിരുന്നില്ല. പിന്നെയോ ഭാര്യമാരും കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു, ഒരു ഗൃഹസ്ഥനായിരുന്നു. അർജുനനോട് എന്താണ് പറഞ്ഞത് ഭഗവാൻ?
നീ ഉപദേശങ്ങള് 24 മണിക്കൂറും എന്ത് വേണം? നിന്റെ ജീവിതത്തില് ഉൾപ്പെടുത്താനാണ് പറഞ്ഞത്. ഏ ആ മായയിൽ നിന്ന് മുക്തിയാവാൻ, എല്ലാ ചൂഷണങ്ങളിൽ നിന്നും മുക്തനാവാനും, അല്ലെങ്കിൽ ശത്രുക്കളോട് പോരാടാനും വേണ്ടിയിട്ട്. എങ്ങനെയാണത് പറഞ്ഞു കൊടുത്തത്? നിനക്ക് വേണ്ടിയിട്ടല്ല, എങ്ങനെ? എനിക്കായിട്ട് ചെയ്യുന്നതായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? എനിക്കായിട്ടുള്ള സേവനമായിട്ട്, അല്ലെങ്കിൽ പരമപുരുഷനായിട്ടുള്ള ഗോവിന്ദനുള്ള ഒരു സേവനമായിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതാണ് ഭഗവത്ഗീത. അവൻ ഭഗവത്ഗീത എന്ന് പറയുന്നത് തത്വം, എങ്ങനെ ജീവിക്കണം. ഭാഗവതം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭഗവത്ഗീതയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിച്ച ആൾക്കാരുടെ ജീവിത ചരിത്രമാണ് എന്ത്? ഭാഗവതം എന്ന് പറയുന്നത്. അതാണ് ഈ രണ്ടിനും ഇത്ര മാത്രം ഇമ്പോർട്ടൻസ്. ഭഗവാൻ എന്താണ് പറയുന്നത്? അത്രയും എനിക്കായിട്ടുള്ള സേവനമായിട്ട് ചെയ്യാനാണ് പറയുന്നത്. ഭഗവാൻ എന്താണ് പറയുന്നത്? ഗീതാസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാറുണ്ട് പല വീടുകളിലും എഴുതി തൂക്കിയിട്ടിരിക്കുന്നത്. അത് നമ്മളെ വഴിതെറ്റിച്ച് വിടാനുള്ളൊരു സംഗതിയാണ്. എന്താണ് സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനുള്ളതെല്ലാം നല്ലതിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താണ്? കർമ്മമില്ല, അല്ലെ? വെറുതെ ഇരുത്ത മാത്രമേ ഉള്ളൂ. പക്ഷെ ഗീതാസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? മന്മന ഭവമദ്ഭക്തോ മദ്യാജീമാ നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോ സിഗ്മേ പ്രതിജാനേ പ്രിയോ അസിമേ എന്നാണ്. ഇതാണ് ഗീതയുടെ സാരം. മന്മന ഭവമദ്ഭക്തോ, എന്റെ ഭക്തനാകുക. മദ്യാജീമാം നമസ്കുരു, എന്നെ നമസ്കരിക്കുക, അല്ലേ? മാമേ വൈശ്യസി സത്യം തേ, എന്താണ്? ശരീരവും മനസ്സും വാക്കുകളും എല്ലാം ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുക. പ്രതിജാനെ പ്രിയോ അസിമേ. ഇതാണെന്ത്? ആനന്ദകരമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇതാണ് ഗീതാസാരം. എന്താണ്? എപ്പോഴും എന്നെ സ്മരിക്കുക, എന്റെ ഭക്തനാകുക, അല്ലെ? എല്ലാം എനിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുക, എന്തും, നമ്മുടെ വാക്കും പ്രവൃത്തികളും എല്ലാം. അതാണെന്ത്? ഗീതാസാരം എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഉപദേശിച്ച വ്യക്തി, അല്ലെ? ആ ഉപദേശിച്ച വ്യക്തിയാണ് പറയുന്നത് ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഗീത അനുസരിക്കുന്നുണ്ട്, മറ്റെല്ലാം അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ എന്ത് വേണം? ഇതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അദ്ദേഹം എന്താണോ പറയുന്നത്, അദ്ദേഹം എന്താണോ ആഗ്രഹിക്കുന്നത്, അത് ചെയ്യണം. അതാണെന്ത്? നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. നമ്മുടെ ധർമ്മം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യുക, കൃഷ്ണന് വേണ്ടിയിട്ട് കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക. അതാണ് നമ്മുടെ ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം. അതിന് വേറെ എങ്ങും പോകേണ്ട ആവശ്യമില്ല. കലിയുഗത്തില് വേറെ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. കലിയുഗത്തില് ആകെ നിർദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, നാമം ജപിക്കുക എന്നുള്ളത് മാത്രമാണ്. അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ട സംഗതി. അതാണ് നമ്മുടെ ധർമ്മം. അതനുസരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എന്തുണ്ടാവൂ? നമുക്ക് വിജയമുണ്ടാകൂ. അവസാനം ഭഗവാന്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോകാൻ സാധിക്കൂ. അതിലുപരി എന്താണ്? നമുക്ക് ഈ ഒരു ശരീരം കിട്ടിയിട്ടും നമ്മളതിന് പ്രയോജനം അപ്പോഴേ ഉണ്ടാകും. ഒരു ശാശ്വതമായിട്ടുള്ള പ്രയോജനം ഈ ഒരു ശരീരം ഭഗവാൻ നമുക്ക് തന്നിട്ട് അതിനൊരു ഉപയോഗം അപ്പോൾ മാത്രമേ ഉണ്ടാകൂ. ഇല്ല എങ്കിൽ എന്താണ്? ഒരു പ്രയോജനവുമില്ലാതെ വെറുതെ മൃഗങ്ങളെ പോലെ വന്ന് ജനിച്ചു, അല്ലെ? മൃഗങ്ങള് മരിക്കുന്നതിനെക്കാട്ടിലും കഷ്ടമായിട്ട് നമ്മൾ മരിച്ചിട്ടുള്ളൂ. മൃഗങ്ങൾക്കൊന്നുമല്ലെങ്കിലും ആ ഒരു സൈക്കിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃഗമായി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത ജന്മം ഇങ്ങനെ എപ്പോഴെങ്കിലും അവർക്കൊരു മനുഷ്യജന്മം കിട്ടും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇത്രയും അറിഞ്ഞിട്ടും നമ്മൾ എന്താണ് ചെയ്യുന്നത്? വീണ്ടും പാപകർമ്മങ്ങൾ വാങ്ങിക്കൂട്ടുകയാണ്, അല്ലേ? പാപങ്ങൾ വാങ്ങിക്കൂട്ടി ാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്, ശരീരം ഉപേക്ഷിച്ച് പോകുന്നത്. അവിടെ ചെന്നും കഷ്ടതകൾ, നരകലോകങ്ങളിൽ കടന്ന് പിന്നെ എപ്പോഴെങ്കിലും വീണ്ടും ഭൂമിയിൽ ഒരു ജന്മം കിട്ടും. അതും മനുഷ്യജന്മം ആവണമെന്നില്ല.
നമ്മൾ ഈ ചെയ്ത കർമ്മത്തിന്റെ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിക്കണം. ആദ്യം അനുഭവിച്ചതിന് ശേഷം വെയിറ്റ് ചെയ്യണം ജന്മത്തിന് വേണ്ടിയിട്ട്. അത് ഏത് ജന്മമാണെന്ന് അറിയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് എന്താണ് വേണ്ടത്? ഈ ഒരു ജന്മം തന്നെ നമുക്കിതെല്ലാം അറിയാനുള്ള ഒരു മാർഗമുണ്ട്, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജന്മം തന്നെ എന്ത് വേണം, എത്ര കഷ്ടപ്പാട് സഹിച്ചാലും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും എന്ത് വേണം, ഈ ഒരു മാർഗത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ആ ഭഗവാന്റെ സേവനം മാത്രമായിരിക്കണം മനസ്സില്. ഭഗവാന്റെ നാമം ജപിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു അധോക്ഷജനായിട്ടുള്ള അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാനില് പ്രേമഭക്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. മറ്റൊന്നും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഹരേ കൃഷ്ണ.